ആയുർവേദത്തിന്റെ പേരിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് മറയാക്കുന്ന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രൈവറ്റ് ആയുർവേദ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ. സംഘടനയുടെ 15ാമത് സംസ്ഥാന സമ്മേളനം പെരിന്തൽമണ്ണയിൽ നടക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. മികച്ച ആയുർവേദ ഡോക്ടർമാർക്കും ഹോസ്പിറ്റലിനും പമ്പ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ സമ്മേളനത്തിൽ സമ്മാനിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഡിസംബർ 28 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ പി കുഞ്ഞൻ നഗറിലാണ് പ്രൈവറ്റ് ആയുർവേദ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ 15ാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. നജീബ് കാന്തപുരം MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റിയും ചീഫ് ഫിസിഷ്യനുമായ പത്മശ്രീ ഡോക്ടർ PM വാര്യർക്ക് പമ്പ ധന്വന്തരി പുരസ്കാരം ചടങ്ങിൽ സമർപ്പിക്കും. ഡോക്ടർ അമീർ അരീക്കോടിന് 2025 പമ്പ ബെസ്റ്റ് ഫിസിഷ്യൻ പുരസ്കാരവും പമ്പ ബെസ്റ്റ് ഹോസ്പിറ്റൽ അവാർഡ് വയനാട് ജില്ലയിലെ കണ്ണൂർ ആയുർവേദിക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനും പമ്പ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കോട്ടയത്തെ ഡോക്ടർ സതീഷ് വല്ലഭശ്ശേരിക്കും സമർപ്പിക്കുമെന്ന് സംഘടന അറിയിച്ചു. ഡോക്ടർ KV സീതാലക്ഷ്മി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഡോക്ടർ KV സീതാലക്ഷ്മി മെമ്മോറിയൽ ഭിക്ഷക് രത്ന അവാർഡ് സമ്മേളനത്തിൽ സമർപ്പണം നടത്തും. ആയുർവേദ മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ ബന്ധപ്പെടുത്തി സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യും. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പിലാക്കുമ്പോൾ ആയുർവേദ ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും പ്രതികൂലമായി നിൽക്കുന്ന വ്യവസ്ഥകൾ ഒഴിവാക്കണമെന്ന് സമ്മേളനം ശക്തമായി ആവശ്യപ്പെടുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സാധാരണയുള്ള രോഗങ്ങളൊന്നും ആയുർവേദക്കാരൻ ചികിത്സിക്കാൻ പാടില്ല. സാംക്രമിക രോഗങ്ങളൊക്കെ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് ജില്ലാതല അല്ലെങ്കിൽ ഒരു പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന ഒരു പോസ്റ്റിൽ അവർക്ക് ചെയ്യാവുന്നില്ല. അത് ഏത് നടപടിയും നമ്മളത് സംബന്ധിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നമ്മളതല്ല, 5000 വർഷത്തെ ചികിത്സാ അനുഭവങ്ങളുള്ള 1936 AICC പ്രമേയത്തിൽ മഹാത്മാഗാന്ധി അവതരിപ്പിച്ചാണ് ആയുർവേദത്തെ ദേശീയ വൈദ്യ സമ്പ്രദായമായിട്ട് അംഗീകരിക്കണം. സ്വാതന്ത്ര്യം കിട്ടിയ വർഷമായിട്ട് അത് അംഗീകരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, രണ്ടാമതൊരു ലെവലിലേക്ക് അത് മാറ്റപ്പെടുകയും ചെയ്യുന്നു. കൂടാത്തതിന് വളരെ ആക്ഷേപകരമായ രീതിയിലുള്ള വിമർശനങ്ങൾ, ആയുർവേദം ഉപയോഗിച്ച കിഡ്നി പോകും ലിവർ പോകും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആക്ഷേപകരമായ രീതിയിലുള്ള പുതിയ ജനറേഷനാണ്. ആയുർവേദ കോളേജുകളിൽ എൻട്രൻസ് മുഖേന അഡ്മിഷൻ നേടിവന്ന പ്രതിഭാശാലികളായ നൂറുകണക്കിന് പെൺകുട്ടികൾക്ക് മാനമര്യാദയോടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത വിധം അനാശാസ്യ ചികിത്സാ കേന്ദ്രങ്ങൾ വർദ്ധിച്ചു വരുന്നതായും ആയുർവേദത്തിന്റെ പേരിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വളക്കൂറാകുന്ന നയങ്ങൾ പരിശോധിച്ച് ഇത്തരം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു. 90% പെൺകുട്ടികളാണ്. 50 സീറ്റ് ഉണ്ടെങ്കിൽ 45 പെൺകുട്ടികളാണ് പഠിക്കുന്നത്. മെഡിക്കലായാലും കുട്ടികളായിരുന്നു. അവർ പുറത്തിറങ്ങിയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വല്ലാത്ത ഒരു അവഗണനയും അവഹേളനമാണ്. ഇതിലിപ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും അനാശാസ്യ ചികിത്സാ കേന്ദ്രങ്ങൾ, ഈ ക്രോസ് മസാജ് എന്ന് പറയും. നമുക്ക് അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്താ വെച്ചാൽ അവർ ആയുർവേദ ചികിത്സയുടെ പേരിലാണ് ഇത് നടത്തുന്നത്. എല്ലാം ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അപ്പം ഈ ഇന്ത്യയിലേക്ക് വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിരുന്നത് ഇത്തരം മസാജുകൾ ഒഴിവാക്കിയിട്ട് യഥാർത്ഥ ആയുർവേദ ചികിത്സ ഇന്ത്യയിൽ കിട്ടുമ്പോൾ കേരളത്തിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. അപ്പോൾ അവരിവിടെ വരുമ്പോൾ സംഭവിക്കുന്നത്, ഇപ്പം നമ്മൾ പെരിന്തൽമണ്ണയിൽ പോലും ഒരു 7 സെന്ററുകൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് നമ്മളോടൊക്കെ വിളിച്ചു ചോദിക്കുകയാണ് അവിടെ ഹാപ്പി എൻഡിങ് ഉണ്ടെന്ന്. ആയുർവേദത്തിൽ ഈ ഹാപ്പി എൻഡിങ് ഒക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ അത് കോയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ നടന്നിരുന്ന ചികിത്സാ പദ്ധതികൾ അത്ര അതൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ലൈസൻസ് കൊടുക്കുകയും അല്ലെങ്കിൽ ഇത് നടക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിലുള്ള സ്ത്രീകളെ ആവാസന്മാരാക്കുന്നത് അല്ലെങ്കിൽ അവഹേളിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഒരു മോഡസ്റ്റിംഗ് എന്നുള്ള ഇതിൽ വരും ഇതൊക്കെ. ശരി, അത്തരം അപമാനകരമായിട്ടുള്ള രീതിയിലാണ് ഒരു പ്രാക്ടീസ്. ഇപ്പം ഞങ്ങളോട് തന്നെ ചോദിക്കുന്നത് ഇപ്പം അങ്ങനെയാണ്, അവിടെ പാക്കേജ് ഉണ്ടോ എന്ന്. ആ പാക്കേജുള്ള വാക്കിൻ്റെ അർത്ഥം ക്രോസ് മസാജ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ശരിക്കും വേശ്യാവൃത്തി എന്താണോ അതൊക്കെയാണ് അവിടെ നടക്കുന്നത്. എല്ലാ ഹോസ്പിറ്റലുകളുടെ മുമ്പിൽ പോലും നമുക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. ആയുർവേദ ആശുപത്രി നടത്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ ഒരു അപമാനകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സർക്കാരും ഈ ഗ്രാമപഞ്ചായത്തുകൾ അവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിചാരിച്ച് നിർത്തലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. പരിസ്ഥിതി സംഘടനയായ OISCA ഇന്റർനാഷണലുമായി ചേർന്ന് സംസ്ഥാനത്താകമാനം ഔഷധ സസ്യ കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്ക് രൂപം നൽകും. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ഡോക്ടർമാരുടെ വിവിധ പ്രശ്നങ്ങൾ സംഘടനാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. ഡോക്ടർ ഭാസ്കരൻ, ഡോക്ടർ P കൃഷ്ണദാസ്, ഡോക്ടർ K ബാലകൃഷ്ണൻ, ഡോക്ടർ ഷീബ കൃഷ്ണദാസ്, KR രവി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.